യാത്രയിലാണ്. വഴിയിൽ വെച്ച് ഒരു അടിപൊളി സീൻ കണ്ട്. കക്കാടംപൊയിലേക്ക് പോകുമ്പോൾ ഈ ഒരു സീൻ ഒരു അടിപൊളിയാട്ടോ. അത് KSRTCന്റെ ഭംഗി കൂടി ആയപ്പോൾ ഒരു രക്ഷയില്ല. കണ്ടെങ്കിൽ ഒരു ഭാഗത്ത് മഴക്കാർ, ഒരു ഭാഗത്ത് നല്ല തെളിഞ്ഞ ആകാശം. അങ്ങനെ നമ്മളെല്ലാവരും കക്കാടംപൊയിൽ അധികം പോകുന്നത് 2-3 സ്ഥലം കാണാനും ഒന്ന് സ്വസ്ഥമായിട്ട് സ്റ്റേ ചെയ്യാനുമാണ്. ബജറ്റിലുള്ള ഒരു സ്റ്റേ കാണിച്ചു തരാൻ പോവാണ്. മൂൺലൈറ്റ് വില്ലാസ്. വൈകിട്ടാവുമ്പോഴേ കക്കാടംപൊയിൽ ആകെ കോട മൂടിക്കിടക്കും. അപ്പൊ നമ്മുടെ വില്ല സ്ഥിതി ചെയ്യുന്ന അങ്ങനത്തെ ഒരു ലൊക്കേഷനിൽ കൂടിയാണ്. ഫുൾ ടൈം വൈകിട്ട് കോട ഉണ്ടാവും. അത് തന്നെ വലിയ സംഭവമായിട്ട്. ചെറിയ ചാറ്റൽ മഴ ഉണ്ടെങ്കിൽ പോലും അവിടെ കോടക്കൊന്നും ഒരു കുറവുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് ആ വില്ലന്റെ അകന്ന് കണ്ടാലോ. ഇത് അവിടെ എൻട്രൻസിൽ മെയിൻ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റും നമുക്ക് ഇരുന്ന് ഡൈനിങ് ഒക്കെ ഫുഡ് കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അതിനുള്ളിൽ ഒരു TV കാണുന്ന ഒരു റൂം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് TV കാണാം. ഇതേ അടുത്തത് ഇവിടുത്തെ ഫസ്റ്റ് റൂമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇങ്ങനത്തെ 3 റൂമുകളുണ്ട് കേട്ടോ. സെക്കൻഡ് റൂം ഇവിടെ. പിന്നെ എല്ലാ 3 റൂമും അറ്റാച്ച്ഡ് ആണ്. ബാത്റൂം കുഴപ്പമില്ലാത്ത ബാത്റൂമാണ് എന്ന് തന്നെ പറയാം. ഈ ഒരു റൂമിൽ നിന്നൊക്കെ പുറത്തിറങ്ങുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ വ്യൂ ഒക്കെ കാണാം. വൈകുന്നേരമുള്ള വ്യൂ അടിപൊളിയാണ്. ഇനി നേരെ കിച്ചൺ നേരെ താഴത്താട്ടോ. ഈ കിച്ചണ് ചാരി തന്നെയാണ് അടുത്ത ഒരു റൂം ഉള്ളത്. ഈ 3 റൂം, ഈ 2 ഡൈനിങ് സെറ്റപ്പ് എല്ലാം കൂടി, പിന്നെ അവിടെ സ്റ്റേജ്, പിന്നെ അൽഫാം ഉണ്ടാക്കുന്ന ഗ്രില്ല്, ഈ കിച്ചൺ ഈ ഫെസിലിറ്റി പാത്രങ്ങളെല്ലാം അടക്കം 8000 രൂപ ആവുള്ളൂ. അതായത് ഒരാള് നമ്മളൊരു ഗ്യാങ് വരുവാണെങ്കിൽ 13-14 പേർക്ക് സുഖമായിട്ട് താമസിക്കാം. 8000 രൂപ. അതായത് ഒരാൾക്ക് 600 രൂപന്റെ അടുത്തേ വരുന്നുള്ളൂ. പാട്ടൊക്കെ ഇട്ട് മാക്സിമം എൻജോയ് ചെയ്ത് നമ്മുടെ സമയം നമുക്ക് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഓവർ ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നമ്മൾ എത്ര രൂപ 1000-1500 രൂപയ്ക്ക് കൊടുക്കേണ്ടി വരും. ഇവിടെ അത്രയൊന്നുമില്ല. ഇതാണ് ഇവിടുത്തെ രാവിലെയുള്ള വ്യൂ. ആ മേഘങ്ങൾക്ക് മുകളിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് തോന്നും. അപ്പുറത്തൊരു സിറ്റി കാണുന്നുണ്ട്. അത് ഏതാ സിറ്റി എന്ന് എനിക്കറിയില്ല. നല്ല തണുപ്പുള്ള കാലാവസ്ഥയായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയിരുന്ന സമയത്ത് ചെറിയ ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ കക്കാടംപൊയിൽ ഞാൻ പറഞ്ഞല്ലോ, രാവിലെയും വൈകുന്നേരം അറ്റ്മോസ്ഫിയർ ഒരു രക്ഷയുണ്ടാവില്ല. അവിടെ പോകുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അത്. രാവിലെ ഞാനൊന്ന് ചുമ്മാ ഔട്ടിങ് പോയപ്പോഴുള്ള അവസ്ഥയാണത്. ഇത്ര മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. ഈ വില്ലയുടെ മൂൺലൈറ്റ് വില്ലയുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ വിളിക്കുക. ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കക്കാടംപൊയിൽ ഫാമിലി ഒത്തോ ഫ്രണ്ട്സ് ഒത്തൊക്കെ പോയി അടിച്ചു പൊളിക്കാൻ പറ്റും.